വെൽക്കം ടു ടേൽസ് ഓഫ് ലിറ്ററേച്ചർ. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് എ നോവൽ നട്ട്ഷെൽ. ഇയാൻ മക്കീനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ബ്രിട്ടീഷ് നോവലിസ്റ്റ് ആണ്, അതുപോലെ തന്നെ ഒരു സ്ക്രീൻ റൈറ്റർ കൂടെയാണ്. ഈ ഒരു നട്ട്ഷെൽ എന്ന് പറയുന്ന ഈ ഒരു നോവൽ നമ്മുടെ ഹാംലെറ്റ് എന്ന് പറയുന്ന വില്യം ഷേക്സ്പിയറിന്റെ നോവലുമായിട്ട് ഒരു സിമിലർ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കാണാൻ പറ്റുന്നതും കൂടെയാണ്. പിന്നീട് അതിനകത്തുള്ള ക്യാരക്ടേഴ്സ് പറയുവാണെങ്കിൽ നമ്മുടെ ഹാംലെറ്റിനകത്തുള്ളത് പോലെ തന്നെയാണ്. എന്നുവെച്ചാൽ അതേപോലത്തെ ഒരു ഒരു നാരേറ്റർ, അതായത് അതിനകത്ത് പ്രിൻസ് ഹാംലെറ്റ് ആണെങ്കിൽ ഇതിനകത്ത് നാരേറ്റർ എന്ന് പറയുന്നത് അൺബോൺ ആയിട്ടുള്ള ഒരു ബേബിയാണ്. പിന്നെ അൺബോൺ ബേബിയുടെ അമ്മ, പിന്നെ അങ്കിള്, പിന്നെ ഫാദർ. അതാണ് ഹാംലെറ്റിനകത്ത് ഒരു ലീഗൽ റിലേഷൻഷിപ്പ് ആണല്ലോ. എന്നിട്ട് ഹാംലെറ്റിനകത്ത് കല്യാണം കഴിക്കുന്നുണ്ട്, അങ്കിളിനെ കല്യാണം കഴിക്കുന്നുണ്ട് അമ്മ. ഇതിനകത്ത് അങ്കിളിനെ കല്യാണം കഴിക്കുന്നില്ല, പകരം അച്ഛൻ ജീവിച്ചിരിക്കുന്ന ടൈമിൽ തന്നെ അവർ തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉള്ളതായിട്ടാണ് കാണിക്കുന്നത്. അത് ജസ്റ്റ് സമ്മറി പറയുമ്പോൾ പ്ലോട്ട് പറയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ട്രൂഡി എന്ന് പറയുന്നത് നമ്മുടെ അൺബോൺ ആയിട്ടുള്ള നരേറ്ററിന്റെ, അതായത് നരേറ്റർ എന്ന് പറയുന്നത് വയറ്റിൽ കിടക്കുന്ന മദറിന്റെ മുമ്പിൽ കിടക്കുന്ന കുട്ടിയാണ്. അൺബോൺ ആയിട്ടുള്ള ബേബിയാണ് നരേറ്റർ എന്ന് പറയുന്നത്. ആ നരേറ്ററിന്റെ അമ്മയാണ് ട്രൂഡി എന്ന് പറയുന്നത്. പിന്നീട് ജോൺ എന്ന് പറയുന്നത് ആ അൺബോൺ ബേബിയുടെ ഫാദറാണ്. പിന്നെ ക്ലോഡ് എന്ന് പറയുന്നത് ഈ അൺബോൺ ബേബിയുടെ അങ്കിളാണ്, അതായത് ജോണിന്റെ ബ്രദറാണ്. പിന്നീട് നമുക്കുള്ളത് ഈ ഫീറ്റസ്, അതായത് ഈ അൺബോൺ ആയിട്ടുള്ള ബേബി, അതാണ് നമ്മുടെ ആരെന്ന് പറഞ്ഞ നരേറ്റർ എന്ന് പറയുന്നത്. പിന്നീട് നമുക്ക് പ്ലോട്ടിലോട്ട് പോവുകയാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് തുടക്കം തന്നെ കാണാൻ പറ്റുന്നത്, ആദ്യം തന്നെ ഞാൻ ഊമ്പിലാണ്, മദറിന്റെ ഊമ്പിലാണ് എന്ന് പറഞ്ഞുകൊണ്ടിട്ടാണ് ഈ ഒരു നോവൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് നരേറ്റർ അമ്മയുടെ വയറ്റിൽ അകത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് ട്രൂഡി തന്നെ ക്യാരി ചെയ്യുവാണ് എന്ന് പറഞ്ഞുകൊണ്ടിട്ടാണ് ഈ ഒരു നോവലിന്റെ ബിഗിനിങ് എന്ന് പറയുന്നത്. എന്നിട്ട് നരേറ്റർ പിന്നെ പറയുന്നത്, നരേറ്ററിന്റെ, അതായത് ആ കുട്ടിയുടെ അൺബോൺ ബേബി ആയിട്ടുള്ള അൺനെയിംഡ് ആയിട്ടുള്ള ആ ഒരു ബേബിയും തൻ്റെ ബേബിയുടെ അമ്മയും അതുപോലെ അങ്കിളും തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് നരേറ്ററിന് മനസ്സിലാവുന്നുണ്ട്. കാരണം നരേറ്റർ എന്ന് പറയുന്നത് അത് ആ ഒരു ബേബി വയറ്റിനുള്ളിലാണെങ്കിൽ കൂടിയിട്ട് പുറത്ത് നടക്കുന്ന എല്ലാ കാര്യവും നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യുകയും പുറത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു അങ്കിളും തൻ്റെ അമ്മയായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു അഫെയറിനെ പറ്റിയിട്ട് നല്ല വെൽ അവെയർ ആണ് നമ്മുടെ ബേബി. നരേറ്റർ എന്ന് പറയുന്നത് ബേബിയാണ് നരേറ്റർ കേട്ടോ, നരേറ്റർ എന്നാണ് അവന് പറയുന്നത്. അപ്പം അതുപോലെ തന്നെ ഇവർ ഈ അമ്മയും, അതായത് അമ്മയുടെ പേര് ട്രൂഡിയും ക്ലോഡും കൂടെ ഡിസൈഡ് ചെയ്യുന്നുണ്ട് ജോണായത് അച്ഛൻ ജോണിനെ കൊല്ലാമെന്ന് ഡിസൈഡ് ചെയ്യുന്നതും എല്ലാം ആര് അറിയുന്നുണ്ട്, ഈ നരേറ്റർ അറിയുന്നുണ്ട്. അതുപോലെ നരേറ്റർ ഇതൊക്കെ ഭയങ്കര ഡിസ്റ്റർബ് ആണ്. കാരണം നരേറ്റർ എന്ന് പറഞ്ഞാൽ ഭയങ്കര അച്ഛനോട് അത്ര അഫെക്ഷനും അതുപോലെ അമ്മയോടും അതുപോലെ തന്നെ സെയിം ക്ലോഡിയോടും ഭയങ്കര, അതായത് അങ്കിളിനോടും ഭയങ്കര ദേഷ്യം തോന്നുന്നുണ്ട്. പിന്നീട് അമ്മയോട് ഒരേ സമയത്ത് സ്നേഹവും അതുപോലെ ദേഷ്യം തോന്നുന്ന സിറ്റുവേഷൻ തോന്നുന്നു. കാരണം ഇത്ര അമ്മയോടുള്ളൊരു സ്നേഹം, പക്ഷേ ആ സെയിം ടൈമിൽ തന്നെ അച്ഛനെ ചതിക്കുന്നു, വേറൊരു റിലേഷൻഷിപ്പിലോട്ട് പോകുന്നു. പിന്നെ അത് മാത്രമല്ല, തന്നെ വയറ്റിലിട്ടുകൊണ്ട് അവർ സെക്ഷൽ ആക്ടിൽ ഏർപ്പെടുന്ന ടൈമിൽ അത്രയും ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആ ബേബി അവിടെ വയറ്റിൽ കിടന്ന് സഹിക്കുകയാണ്. അതെന്ന് പറയുന്നത്, അതിനൊരു ഇൻസിഡന്റ് പറയുന്നുണ്ട്, ഇപ്പം ഉള്ളിലോട്ട് കയറുന്ന ടൈമിൽ ആ കുട്ടിക്ക് അത്രയും ഫ്രസ്ട്രേറ്റഡ് ആകുന്നുണ്ടോ അതുപോലും ആ ഒരു കുട്ടീനെ ക്യാരി ചെയ്യുന്നത് പോലും അറിയാതെ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാത്ത രീതിയിലാണ് അവരൊരു സെക്ഷൽ ആക്ടിലോട്ട് ഏർപ്പെടുന്നതെന്ന് പറയുന്നുണ്ട്. അത് ഈ ഒരു ബേബിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആവുകയും തൻ്റെ അംബിലിക്കൽ കോഡ് യൂസ് ചെയ്തിട്ട് സൂയിസൈഡ് ചെയ്യാനായിട്ട് വരെ ഈ ബേബി ശ്രമിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ പറഞ്ഞു ഫാദറിനോടുള്ള റെസ്പെക്റ്റും ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഡിസ്ലൈക്കുമാണ് അങ്കിളിനോട് കാണാൻ പറ്റുന്നതെന്ന് പറയുന്നത്. പിന്നീട് ഒരു ദിവസം ഈ നരേറ്റർ മനസ്സിലാക്കുവാണ് ഈ അമ്മയും തൻ്റെ അങ്കിളും കൂടെ ഈ അച്ഛനെ കൊല്ലാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുവാണെന്ന് മനസ്സിലാക്കുവാണ്. അതായത് ആന്റി ഫ്രീസി എന്ന് പറയുന്ന ഒരു സാധനം, അത് ഒരു പോയിസൺ ആണ്. ആന്റി വണ്ടിയിലൊക്കെ യൂസ് ചെയ്യുന്ന സംഭവം. അപ്പോൾ ഈ ആന്റി ഫ്രീസി എന്ന് പറയുന്ന സംഭവം സ്മൂത്തിയിൽ കലക്കി കൊടുത്തിട്ട് ജോണിനെ കൊണ്ട് കുടിപ്പിക്കാനാണ് ഇവർ പ്ലാൻ ചെയ്യുന്നത്, അമ്മയും അങ്കിളും കൂടെ പ്ലാൻ ചെയ്തത്. എന്നിട്ട് ഇതൊരു സൂയിസൈഡ് ആണ് എന്ന് വ്യക്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിക്കുന്നത്. പക്ഷേ നരേറ്ററിന് എന്തറിയാം, നരേറ്ററിന് ഇതൊരു മർഡർ, കൊല്ലാൻ പോകുവാണ് എന്നൊക്കെ നരേറ്ററിന് ഇത് മനസ്സിലാവുന്നുണ്ട്, അതായത് ആ കുട്ടിക്ക്. പിന്നീട് അതിന്റെ ഭാഗമായിട്ട് ക്ലോഡി ജോണിന്റെ വേഷത്തിൽ, ജോണിന്റെ ഹാറ്റൊക്കെ ധരിച്ചുകൊണ്ട് കടയിൽ പോയി സ്മൂത്തി മേടിച്ചുകൊണ്ടൊക്കെ വരുന്നുണ്ട്. പിന്നീട് അതുപോലെ തന്നെ ജോണിന്റെ കാറിൽ ഈ പോയിസണൊക്കെ, ഈ ആന്റി ഫ്രീസ് പറഞ്ഞ പോയിസണൊക്കെ വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് ഈ കടയിൽ പോയി രൂപം മാറിപ്പോയി മേടിച്ചുകൊണ്ട് വരുന്നതൊക്കെ പറഞ്ഞാൽ അതൊരു സൂയിസൈഡായിട്ട് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ്, ജോൺ പോയി മേടിച്ചുകൊണ്ട് വന്നതാണെന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ജോണിന്റെ ഹാറ്റ് യൂസ് ചെയ്തിട്ട് ക്ലോഡി ഷോപ്പിൽ പോയി സ്മൂത്തിയൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നത്. പിന്നീട് പിറ്റേ ദിവസം ജോൺ തൻ്റെ വീട്ടിലോട്ട് വരുവാണ്, ആരുടെ, ക്ലോഡിയുടെയും ട്രൂഡിയുടെയൊക്കെ അടുത്തോട്ട് വരുവാണ്. അപ്പം തൻ്റെ ഗേൾ ഫ്രണ്ടുമായിട്ടാണ് ജോൺ വരുന്നത്. ജോൺ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട്, എല്ലോഡി എന്നാണ് പറയുന്നത്. അപ്പോൾ തനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട്, ഇത് തൻ്റെ പുതിയ ഗേൾ ഫ്രണ്ട് ആണെന്നും നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒക്കെ എനിക്ക് മനസ്സിലായെന്നും ആര് പറയുന്നത്, ജോൺ പറയുന്നുണ്ട്. അപ്പോൾ ജോൺ ഇങ്ങനെ, ഇനി നിങ്ങളുടെ കാര്യത്തിലൊന്നും ഞാൻ ഇടപെടത്തില്ല, നിങ്ങൾ എന്തെന്ന് വെച്ചാൽ ആയിക്കോട്ടെ, പക്ഷേ നിങ്ങൾ എൻ്റെ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു തരണമെന്നാണ് ജോൺ ആവശ്യപ്പെടുന്നത്. പക്ഷേ ഇത് കേൾക്കുന്ന ക്ലോഡിയും അതുപോലെ ട്രൂഡിയും കൂടെ ഭയങ്കരമായിട്ട് ഇതാവും. കാരണം അവർക്ക് എന്ന് പറഞ്ഞാൽ അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ ജോണിനെ എങ്ങനെയെങ്കിലും കൊന്നിട്ട് ആ വീട് എന്ന് പറഞ്ഞാൽ കോടി മില്യണർ വില വരുന്ന വീടാണ്, ആ വീട് വിറ്റിട്ട് ഇവിടുന്ന് പോകണമെന്നാണ് അവരുടെ ആഗ്രഹം. അപ്പം ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കും? അതുകൊണ്ട് തന്നെ ഇവർ ആ കൊലപാതകം നടപ്പിലാക്കാനായിട്ട് പ്ലാൻ ചെയ്യും. അങ്ങനെ പിറ്റേ ദിവസം ജോൺ വീട്ടിലോട്ട് വരുമ്പോഴത്തേക്ക് അവർ വീട്ടിൽ നിന്നൊക്കെ മാറണമെന്നൊക്കെ പറഞ്ഞിട്ട് പോയിക്കോല്ലേ, അപ്പോൾ വീട്ടിൽ മാറണമെന്ന് പറയാനായിട്ട് പിറ്റേന്ന് വരുമ്പോഴത്തേക്ക് ഇവരെന്ത് ചെയ്യും, ഈ ക്ലോഡിയും ട്രൂഡിയും കൂടെ ഒരു സ്മൂത്തി ഇയാളെ കൊണ്ട് കുടിപ്പിക്കാനായിട്ട് നോക്കും. അങ്ങനെ സ്മൂത്തി ആര് കുടിക്കും, ഈ ജോൺ അങ്ങ് കുടിക്കും. ക്ലോഡി ഒരുപാട് കൺവിൻസ് ഒക്കെ ചെയ്തിട്ടാണ് ഈ സ്മൂത്തി കുടിപ്പിക്കുന്നത്. അങ്ങനെ ഈ സ്മൂത്തി കുടിക്കുമ്പോഴത്തേക്ക് ആര് മരിക്കും, ജോൺ അങ്ങ് മരിക്കും. പക്ഷേ ഈ മരിക്കുന്ന ടൈമിൽ ട്രൂഡി ഭയങ്കരമായിട്ട് പേടിക്കും. കാരണം എന്ന് വെച്ചാൽ എത്രയാണെങ്കിൽ ഹസ്ബൻഡ് ആണല്ലോ, അപ്പോൾ താൻ കൊന്നത് ഓർത്തിട്ട് ഭയങ്കരമായിട്ട് പേടിക്കും. അങ്ങനെ പിന്നീട് പോലീസ് ഇൻവെസ്റ്റിഗേഷനൊക്കെ വരും. അപ്പം പോലീസ് ഇൻവെസ്റ്റിഗേഷനൊക്കെ ചീഫ് ഇൻസ്പെക്ടർ ഉണ്ട്, ആ ചീഫ് ഇൻസ്പെക്ടറിന് ഒരു പേരുണ്ട്, അത് നോക്കട്ടെ, ആലിസൺ, ക്ലാർ ആലിസൺ എന്നാണ് പേര്.
അപ്പോൾ അയാൾ വരും. അപ്പോഴത്തേക്ക് ഇവർ മാക്സിമം പിടിച്ചെടുക്കാനായിട്ട് നോക്കും. കാരണം ഇതൊരു സൂസൈഡാണ് എന്ന് വരുത്തി തീർക്കാൻ. അയാൾക്ക് വട്ടായിരുന്നു, ജോണിന് ഭ്രാന്തുണ്ടായിരുന്നു, അങ്ങനെ സൂസൈഡ് ചെയ്യാൻ ശ്രമിച്ചതെന്നൊക്കെ പറഞ്ഞ് വരുത്തി തീർക്കാനൊക്കെ ശ്രമിക്കും. പക്ഷേ ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ചീഫ് ഓഫീസർക്ക്, പോലീസ് ഓഫീസർക്ക് എന്ത് കിട്ടത്തില്ല, ഫിംഗർ പ്രിൻസ് ഒന്നും കിട്ടത്തില്ല. ജോണിൻ്റെ ഫിംഗർ പ്രിൻസ് ഒന്നും സ്മൂത്തിൽ നിന്ന് കിട്ടത്തില്ല. അപ്പോൾ അവർക്ക് ഡൗട്ട് ആവും. കാരണം സ്മൂത്തി കുടിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഫിംഗർ പ്രിൻസ് കിട്ടാതിരുന്നെന്ന് മനസ്സിലാവും. അപ്പോൾ ക്ലോഡി പറയും അത് ജോൺ ചിലപ്പം ഗ്ലൗസ് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കാം, ആ ഗ്ലൗസ് എൻ്റെ കയ്യിലുണ്ടെന്നൊക്കെ കള്ളത്തരം പറയും. അപ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലാവും ഇതിൽ എന്തോ കള്ളത്തരം ഉണ്ടെന്ന് ഈ ചീഫ് പോലീസ് ഓഫീസർക്ക് മനസ്സിലാവും. അങ്ങനെ ഗ്ലൗസ് കൊണ്ടുവരുമ്പോഴത്തേക്ക് ഗ്ലൗസിനകത്ത് ഫിംഗർ പ്രിന്റ് ഒന്നുമില്ല, പകരം കുറേ ചിലന്തി വലയുടെ പാടുകൾ മാത്രമാണ് കാണുന്നത്. അപ്പോഴത്തേക്ക് ഇവരാണ് തെറ്റ് ചെയ്തത് എന്നുള്ള ഡൗട്ടൊക്കെ ആർക്ക് വരും? ഈ പോലീസുകാർക്ക് മനസ്സിലാവും. എന്നിട്ട് ഇവരെന്ത് ചെയ്യും? ഇവർ രക്ഷപ്പെടാനായിട്ട് തീരുമാനിക്കും. കാരണം ഇവർ പിടിക്കപ്പെടും എന്ന് അവസാനം മനസ്സിലാവുമ്പോഴത്തേക്ക് ട്രൂഡിയും ക്ലോഡും കൂടെ രക്ഷപ്പെടാനായിട്ട് തീരുമാനിക്കും. അങ്ങനെ അവർ അവിടുന്ന് പോകാനായിട്ട് ഇതൊക്കെ പോകാം എന്നൊക്കെ തീരുമാനിക്കുന്ന സമയത്താണ് ഈ അൺബോൺ ആയിട്ടുള്ള ബേബി ഉണ്ടല്ലോ, അൺബോൺ ബേബി ഡിസൈഡ് ചെയ്യും ഇനി ജനിക്കാം, ഇത് തന്നെയാണ് ഹാപ്പി ടൈം, ഇപ്പം ജനിച്ചാൽ ഇപ്പം പ്രസവിക്കുവാണെങ്കിൽ പോകാൻ പറ്റില്ല, രക്ഷപ്പെടാൻ പറ്റില്ല, ഇപ്പം ജനിക്കാമെന്ന് ഡിസൈഡ് ചെയ്യും. അങ്ങനെ പെയിനൊക്കെ തുടങ്ങി ഡെലിവറി ടൈം ആവും, അങ്ങനെ പ്രസവിക്കാനായിട്ട് പോകും, അതായത് ജനിക്കാനായിട്ട് പോകാം. ബേബി ജനിക്കാനായിട്ട് പോകുന്ന സമയത്ത് ക്ലോഡി ഭയങ്കരമായിട്ട് കൺഫ്യൂസ് ആവും. കാരണം എന്ന് വെച്ചാൽ അവിടെ നിൽക്കണോ അതോ അവരെ അവിടുന്ന് മാറ്റണോ, അതായത് ട്രൂഡിനെ അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകണോ അതോ അവളുടെ കൂടെ നിൽക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ സ്റ്റേറ്റിലാണ് ആര് വരുന്നത്, നമ്മുടെ ക്ലോഡി വരുന്നത്. പക്ഷേ അപ്പോൾ ഇതാണ് ഈ ഒരു സ്റ്റോറി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പറയുന്നത് പറഞ്ഞാൽ ഇത്രയും കഥ മനസ്സിലായി കാണില്ല. പിന്നെ ഇതിനകത്ത് ക്യാരക്ടർ സ്കെച്ച് പറയുകയാണെങ്കിൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഫീച്ചേഴ്സ് ഉണ്ട്. ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഭൂമിനകത്ത് ഉള്ളതാണ്, പുറത്തെ കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ട്. പിന്നെ അച്ഛനത് ഭയങ്കരമായിട്ടുള്ള അഫെക്ഷൻ ഉണ്ട്, അമ്മയുടെ ഒരേ സമയത്ത് സ്നേഹം അതുപോലെ ദേഷ്യം തോന്നുന്നുണ്ട്. സ്നേഹം ഒരു മദർലി ഫീലിംഗ് തോന്നുന്നുണ്ട്. ദേഷ്യം എന്ന് പറഞ്ഞാൽ അങ്കിളുമായിട്ടുള്ള ഒരു ലീഗൽ റിലേഷൻഷിപ്പും പിന്നെ അവർ തമ്മിലുള്ള സെക്ഷൽ ആക്ടിൽ തന്നെ അത്രമാത്രം ഡിസ്റ്റർബ് ചെയ്യുന്നത് തോന്നിട്ടാണ് ദേഷ്യം തോന്നുന്ന കാര്യങ്ങളൊക്കെ പറയുന്നത്. പിന്നീട് അമ്മയോട് ഒരു അറ്റാച്ച്മെന്റും തോന്നുന്നില്ലെന്ന് പറയുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ അമ്മ തന്നെ പോലും കെയർ ചെയ്യാതെ വൈനൊക്കെ എടുക്കുന്നത്, ഈ തന്നെ ക്യാരി ചെയ്യുന്ന സമയത്ത് തന്നെ വൈനൊക്കെ തന്നെ കുറിച്ച് ഓർക്കാതെ വൈനൊക്കെ എടുക്കുന്ന കാര്യം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സെക്ഷൽ ആക്ടിൽ ഏർപ്പെടുമ്പോഴത്തേക്ക് ഉംബ്ലിക്കൽ കോഡ് യൂസ് ചെയ്തിട്ട് സൂയിസൈഡ് ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യമൊക്കെ പറയുന്നുണ്ടല്ലോ. പിന്നീട് ട്രൂഡിയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ട്രൂഡി എന്ന് പറഞ്ഞാൽ ഒരു കെയറും ഇല്ലാതെ നടക്കുന്ന ഒരു മദർ ആയിട്ട് നമുക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുന്നത്. ഒരു ടിപ്പിക്കൽ മദറാണ്, ഒരു കെയറും കൊടുക്കാതെ, ഫീച്ചേഴ്സിനെ പറ്റി ഒരു കെയറും കൊടുക്കാതെ വൈൻ കഴിക്കുകയും സെക്സിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു മദറിൽ ഫിഗറിനെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ തൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദറുമായിട്ടൊരു റിലേഷൻഷിപ്പ് ക്യാരി ചെയ്യുന്ന ഒരു സ്ത്രീ കൂടെയാണ്. പിന്നീട് ജോൺ എന്ന് പറയുമ്പോഴത്തേക്ക് ജോൺ എന്ന് പറയുന്ന നക്ഷല്ല, ജോൺ എന്ന് പറയുന്ന ഒരു പോയറ്റാണ്, അതുപോലെ ഒരു പബ്ലിഷറും കൂടെയാണ്. പിന്നീട് അദ്ദേഹം എന്ന് പറയുന്നത് ഒരു എസ്ട്രേഞ്ചർ വിതൗട്ട് വൈഫാണ്, അദ്ദേഹത്തിന് അൺഹാപ്പി ലൈഫാണ് ലീഡ് ചെയ്യുന്നത്. പിന്നീട് ട്രൂഡിയുടെ ജോണിൻ്റെ കുട്ടീനെയാണ് ട്രൂഡി ക്യാരി ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. പിന്നീട് അയാൾക്കൊരു ഗേൾ ഫ്രണ്ട് ഉള്ള കാര്യം പറയുന്നത്, എല്ലോഡി എന്നാണ് ഗേൾ ഫ്രണ്ടിൻ്റെ പേര്. പിന്നെ അത് ഗേൾ ഫ്രണ്ടിനെ അവളുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. കാരണം അവളിൻ്റെ ഒരു ഗേൾ ഫ്രണ്ട്, എല്ലോഡി എന്ന് പറഞ്ഞ ഗേൾ ഫ്രണ്ട് ഒരു പോയിട്ടാണ് കേട്ടോ. അപ്പം ഈ അവൾ എന്ന് പറയുന്നത് ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു ഇതില്ലേ, ഒരു ഷൈ ലൈക്ക് വൈസ്, അതുപോലെ തന്നെയാണ് എല്ലോഡി എന്ന് പറയുന്നത്. അതായത് ഫിനാൻഷ്യലി ക്ലൗഡുമായിട്ട് നോക്കുവാണെങ്കിൽ ഫിനാൻഷ്യലി പുവർ ആണ്, പക്ഷേ വെൽ നോൺ ആയിട്ടുള്ള ഒരാളാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ജോൺ എന്ന് പറയുന്ന ആൾ ഭയങ്കര റെസ്പെക്ട് ഒക്കെ ഉള്ള, ഭയങ്കര റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരാളാണെന്ന് പറയുന്നുണ്ട്. പിന്നീട് ക്ലോഡിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതിനകത്തുള്ള ആന്റഗോണിസ്റ്റ് ആണ്, വില്ലനാണ്. പിന്നീട് ഒരു പ്രത്യേകം ഒരു ബ്രദർലി ഫിഗർ ആണ് കാണാൻ പറ്റുന്നത്. ബ്രദറിന്റെ വൈഫോട് ഒരു ലീഗൽ റിലേഷൻഷിപ്പ് കൊടുക്കുന്നത്, അതുപോലെ തന്നെ ഇയാളെ കൊല്ലാനായിട്ട് മർഡർ ചെയ്യാനായിട്ടുള്ള പ്ലാൻ ഒക്കെ ചെയ്യുന്നത് ഇയാളാണ്. പിന്നീട് അവർ തമ്മിലുള്ള ഒരു ബാത്റൂം സെക്സിൽ തൻ്റെ ഒരു കുട്ടീനെ പോലും ഓർക്കാതെയാണ് ഒരു സെക്ഷൻ ആക്ട് ചെയ്യുന്നതിനെ പറ്റി പറയുന്നുണ്ട്. പിന്നീട് ഇതിനകത്ത് മിസ്റ്റീരിയസ് റോളാണ് ലീഡ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഇപ്പോഴും കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നില്ല ക്ലോഡിനെ യഥാർത്ഥത്തിൽ പ്യുവർ ലവ് ആണോ അതോ ഒരു വേറൊരു ഓൺലി ഫോർ സെക്ഷൻ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ലവ് മാത്രമാണോ നമുക്ക് അറിയാൻ പറ്റുന്നില്ല. പക്ഷേ ഇതിൻ്റെ എൻഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, കൂടെ നിൽക്കുന്നുണ്ട്. ഈ ഒരു ട്രൂഡി ആ പോലീസുകാർ വരുന്ന ടൈമിലാകുമ്പോഴത്തേക്ക് ഡെലിവറി ടൈമിൽ അവളുടെ കൂടെ നിൽക്കുന്നുണ്ട്. അങ്ങനെയാണ് പോലീസുകാർ പിടിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഒരു മേ ബി പ്യുവർ റിലേഷൻഷിപ്പ് ആയിരിക്കാം. പിന്നീട് ഇതിനകത്തുള്ള ക്യാരക്ടേഴ്സ്, പിന്നീട് തീംസ് പറഞ്ഞു. പിന്നീട് ഒരു ക്യാരക്ടർ ആലിസ് എന്ന് പറയുന്നത് ചീഫ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആണെന്ന് പറഞ്ഞിട്ട്. പിന്നീട് തീംസിനെ പറ്റി പറയുകയാണെങ്കിൽ നച്ചുറൽ എന്ന് പറയുന്നത് മെയിൻ തീംസ് എന്ന് പറയുന്നത് എക്സിസ്റ്റൻസ് ആണ്, നിലനിൽപ്പ്. അതായത് ഈ ഭൂമിയിലോട്ട് വന്നിട്ടില്ല, ഈ ഒരു എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയത്തില്ല. കാരണം ആ ഒരു ബേബി എന്ന് വെച്ചാൽ എക്സിസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ അവിടെ എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ഉണ്ട്. കാരണം ഉള്ളിലാണെങ്കിൽ പോലും പുറത്തെ വേൾഡിലെ എല്ലാ കാര്യങ്ങളും ആർക്കറിയാൻ പറ്റും, ആ ഒരു അൺബോൺ ബേബിക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ആണ് നമുക്ക് ഈ ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ആയിട്ട് ഇവിടെ കാണാൻ പറ്റുന്നത്. പിന്നീട് എക്സിസ്റ്റ് ചെയ്യണോ എന്ന് ഡിസൈഡ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. കാരണം ഒബ്ലിക്കൽ കോഡ് യൂസ് ചെയ്തിട്ട് സൂയിസൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്, കാരണം ഈ വേൾഡിൽ വരുന്നതിനേക്കാൾ നല്ലത് വരണ്ട എന്ന് ഡിസൈഡ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതാണല്ലോ എക്സിസ്റ്റൻസിനെ ഇവിടെ തീമിനെ നിർത്തുന്നത്. പിന്നെ മർഡർ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോളിൽ ലീഡ് ചെയ്യുന്നുണ്ട്. കാരണം മർഡർ എന്ന് പറയുമ്പോഴത്തേക്കും മർഡർ മിസ്റ്ററി നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഇവിടെ ആവട്ടെ ഹാംലെറ്റ് എടുക്കുവാട്ടെ, ഹാംലെറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ചെവിയിൽ പോയിസൺ ഒഴിച്ചു കൊടുത്തിട്ടാണ് കിങ് ഹാംലെറ്റിനെ കൊല്ലുന്നത് ക്ലോഡിയസ്. ഇവിടെ സ്മൂത്തിയിൽ പോയിസൺ കലക്കി കൊടുത്തിട്ട് കൊലപാതകമാണ് എന്ന് വരുത്തി തീർക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പം നമുക്ക് ആ ഒരു നമുക്ക് മർഡറിൻ്റെ ആക്ട് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്.
പിന്നീട് കോൺസീറ്റ് എന്ന് പറയുമ്പോൾ എക്സസീവ് പ്രൈഡ് ഇൻ വൺസെൽഫാണ് കോൺസീറ്റ് എന്ന് പറയുന്നത്. അതായത് ഈ ക്ലോഡി ആവട്ടെ ക്ലോഡി ആവട്ടെ അവർ രണ്ടുപേരും എക്സസീവ് പ്രൈഡ്, അവരുടെ ഉള്ളിൽ എക്സസീവ് പ്രൈഡ് എന്താണെന്ന് വെച്ചാൽ അവർ പിടിക്കപ്പെടത്തില്ല. കാരണം അതുകൊണ്ടിട്ടാണല്ലോ അവർ ഇത്രയും കളത്തരങ്ങൾ ചെയ്ത് അയാളുടെ വേഷത്തിൽ ഹാറ്റ് ഉപയോഗിച്ച് അവിടെ കൊണ്ട് ഷോപ്പിൽ പോയി സ്മൂത്തി മേടിച്ചുകൊണ്ട് വരുന്നുണ്ട്, കാറിനകത്ത് പോയിസൺ എടുത്ത് വെക്കുന്നുണ്ട്, പിന്നീട് ഗ്ലൗസ് പോലീസ് ഓഫീസർക്ക് കൊടുക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ അവരുടെ എക്സസീവ് പ്രൈഡാണ്. ഒരിക്കലും അവർ കള്ളത്തരം ചെയ്തു എന്ന് കണ്ടുപിടിക്കത്തില്ല എന്നുള്ള എക്സസീവ് പ്രൈഡും നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു നോവൽ എന്ന് പറഞ്ഞാൽ. എന്ന് പറയുന്നത് ട്രൂഡി എന്ന് പറയുന്ന ഒരു മദർ അങ്കിളുമായിട്ടൊരു ഇല്ലീഗൽ, അതായത് കുട്ടിയുടെ അങ്കിൾ, അതായത് ഹസ്ബൻഡിന്റെ ബ്രദറുമായിട്ട് ഇല്ലീഗൽ റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നു. ആ കുട്ടീനെ പറ്റി പോലും ബോധർ ചെയ്യാതെ വൈൻ കുടിക്കുകയും സെക്ഷൽ ആക്ടിൽ ഏർപ്പെടുകയും ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് സ്വത്തിന് വേണ്ടിയിട്ട് തന്റെ ഹസ്ബൻഡിനെ കൊല്ലാനായിട്ട് ക്ലോഡിയുടെ കൂടെ നിൽക്കുകയാണ്. ഒരു ആന്റി ഫ്രീസ് സ്മൂത്തിൽ കലക്കി കൊടുത്ത് കൊല്ലാൻ ശ്രമിക്കുകയാണ്. പിന്നീട് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ വരുമ്പോൾ അവർ പിടിക്കപ്പെടുന്നുണ്ട്. ലാസ്റ്റ് ആ സമയത്ത് രക്ഷപ്പെടാനായിട്ട് നോക്കുന്ന സമയത്താണ് ആ ഒരു ബേബി ബോൺ ചെയ്യാനായിട്ടുള്ള ടൈമാണ്. ആ സമയത്ത് അവർ പോലീസുകാർ ക്യാച്ച് ചെയ്യും.